എന്ന മഹാപ്രതിഭയിലൂടെയാണ് നമ്മൾ മലയാളികൾ കണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ മറ്റൊരു വിസ്മയമാണ് മാമാങ്കം എന്ന സിനിമ. മമ്മൂക്ക ഒന്നും കൂടി ഒരു യോദ്ധാവിന്റെ വേഷത്തിൽ വരുന്നു. കൂടാതെ പടത്തിന്റെ ബഡ്ജറ്റ് 55 കോടി. ഒടുക്കത്തെ ഹൈപ്പ്. പക്ഷേ ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല, നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ചു. ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ കൂട്ടി കുണുക്കു പെൺമണിയെ നുണുക്കു വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാൽ മുത്തമേകണം. ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ വേൾഡ് ക്ലാസ് പടത്തിൽ ഇനിയും കുറെ സീൻസ് ഉണ്ട് ഇങ്ങനത്തെ. ഇവിടെയാണ് നായകന്റെ ഇൻട്രോ. എങ്ങനെയാണ് നായകനെ കാണിക്കാൻ പോകുന്നത്? ഓപ്ഷൻ എ, നായകൻ ഒരാളെ ചവിട്ടുന്നു. ഓപ്ഷൻ ബി, നായകൻ ഒരാളെ കുത്തുന്നു. ഓപ്ഷൻ സി, വെറുതെ നായകനെ കാണിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് തെറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നായകൻ പറന്നു ചാടി വരുന്നു. ഒരു ചരിത്ര സിനിമ എങ്ങനെ എടുക്കാന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് മാമാങ്കം. യോദ്ധാക്കളുടെ വേഷം ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുന്നത് നമ്മുടെ മമ്മൂക്കയ്ക്ക് തന്നെയാണ്. പഴശ്ശിരാജയിലൂടെയും വടക്കൻ വീരഗാഥയിലൂടെയൊക്കെ നമ്മളിത് കണ്ടതാണ്. പക്ഷെ ഈ പടം ഇയാളുടെ എക്സ്പ്രഷൻ പോലെയായിരുന്നു. എന്നാലും മമ്മൂക്ക അഭിനയത്തിന്റെ കാര്യത്തിൽ ആരും ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. നല്ല പൊട്ടൻഷ്യൽസ് ഉള്ള ഒരു കഥയായിരുന്നു. പക്ഷെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ കുത്തിക്കയറ്റിയത് കൊണ്ടാണ് പടം കൊളയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.